ഒരുപാട് ചിന്തകൾക്കൊടുവിൽ വൈജയന്തി ഗംഗാധരനെ വിളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. ഗംഗേട്ടനെ വിളിച്ചാൽ മാത്രമേ തനിക്ക് ഇതിനുള്ളൊരു മറുപടി കിട്ടുള്ളൂ എന്നാണല്ലോ മനുവും പറയുന്നത്. മനസ്സിനെ സ്വയം സമാധാനപ്പെടുത്താൻ തനിക്കാകുന്നില്ല. ഇനി ഗംഗേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് തനിക്കത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഗംഗേട്ടനെ വിളിക്കാനായി ഫോൺ എടുത്ത് കോള് ചെയ്യാണ്. കോള് ചെയ്ത് ഗംഗേട്ടൻ അവിടെ എടുക്കുമ്പോൾ വൈജയ്ക്ക് എന്ത് ചോദിച്ചു തുടങ്ങണമെന്ന് വല്ലാത്തൊരു ഡൗട്ടുണ്ട്. എന്നാലും വൈജ, ഏട്ടൻ കിടന്നായിരുന്നോ? ഏട്ടൻ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായില്ലേ? ഏടത്തെയും പിള്ളേരൊക്കെ എന്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടന് വൈജയന്തിയുടെ സംസാരത്തിൽ അത്ര ശരിയല്ലല്ലോ, ഈ സമയത്ത് വെറുതെ ഒന്നും വൈജയന്തി വിളിക്കില്ലല്ലോ എന്നൊക്കെ തോന്നുകയാണ്. അപ്പോൾ വൈജ ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞതിന് ശേഷം ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല പതിവില്ലാതെ എന്താ നീ ഇങ്ങനെ ഒരു കോള് ചെയ്യാൻ കാരണം? എന്താണെങ്കിലും തുറന്ന് പറയേ. വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? എൻ്റെ വൈജയെ, നീയായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കല്ലേ. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അലീനയെ അവിടെ നിന്ന് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വൈജയ്ക്ക് അതൊന്നും അല്ലല്ലോ വൈജയ്ക്ക് അറിയേണ്ടത്. അപ്പോൾ വൈജ ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഗംഗേട്ട, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഗംഗേട്ടൻ എന്നോട് സത്യം മാത്രം പറയുള്ളൂ എന്ന് ആദ്യം എനിക്കൊരു വാക്ക് തരണം എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ? അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? നിനക്ക് എന്തായാലും ചോദിക്കുകയും പറയുകയും ചെയ്യാലോ, നീ എന്താണെങ്കിലും ചോദിച്ചോളൂ. വൈജ വീണ്ടും മൗനം പാലിക്കുകയാണ്. വൈജയ്ക്ക് എന്ത് ചോദിക്കണമെന്ന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഹലോ വൈജേ, എന്താണ് പ്രശ്നം? നീ എന്താണ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? നീയും ബാലചന്ദ്രനും തമ്മിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഗംഗേട്ട അതൊന്നുമല്ല, ഇവിടെ ഇന്ന് നമുക്കെല്ലാവർക്കും പരിചയമുള്ള, എന്നാൽ നമ്മളെല്ലാവരും മറന്നു പോയൊരു മുഖം, അത് ഞാൻ ഇന്നിവിടെ എൻ്റെ വീട്ടിൽ കണ്ടു. അത് കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് വല്ലാത്തൊരു ടെൻഷനിലാണ്. എനിക്കത് വേറെ ആരോടും ചോദിക്കാനും പറ്റുന്നില്ല. എനിക്ക് ഗംഗേട്ടൻ തന്നെ അതിനൊരു മറുപടി തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ഗംഗേട്ടന് വൈജ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഇവിടെയും തൊടാതെ വാലും തുമ്പില്ലാതൊക്കെ ഇങ്ങനെ വൈജ സംസാരിക്കുന്നത് കേട്ടിട്ട് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പറയുന്നതെന്ന് ആദ്യം നിനക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം വൈജയ്. അല്ലാതെ ഞാൻ എങ്ങനെയാണ് നീ പറയുന്ന കാര്യത്തിന് ഒരു മറുപടി തരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുകയാണ്, ഗംഗേട്ട, ഇവിടെ നിന്ന് അലീന പോയി. ആ വിവരം ഗംഗേട്ടൻ അറിഞ്ഞായിരുന്നോ? എന്ത്? അലീന പോയിന്നോ? എങ്ങോട്ട് പോയിന്ന്? അവളങ്ങനെ പോവില്ലല്ലോ. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പിന്നെ എൻ്റെ ഗംഗേട്ട, ഞാനായിട്ട് ആരായിട്ടും ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അവൾ എവിടേക്ക് പോയിന്നാണ് നീ ഈ പറയുന്നേ? അവൾ ഇന്നലെ വന്ന് ഇവിടെ നിന്ന് ആരോ കൂട്ടിക്കൊണ്ടു പോയി. അവളുടെ അച്ഛനും അമ്മയാണെന്നൊക്കെയാണ് കൃഷ്ണമോൾ ഇവിടെ പറയുന്നത്. എനിക്കതൊന്നും അത്ര ക്ലാരിറ്റി വരുന്നില്ല. എന്തൊക്കെയോ കള്ളങ്ങൾ മറച്ചു വെച്ച് എന്നോട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ആര്? ബാലചന്ദ്രനോ? അല്ല ഗംഗേട്ട, ബാലചന്ദ്രൻ എന്നോടൊന്നും പറയാറും മിണ്ടാറും ഇല്ലല്ലോ. എന്നോട് പറഞ്ഞത് കൃഷ്ണമോളാണ്. അവളും എന്തോ ഉള്ളിൽ വെച്ചിട്ട് സംസാരിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. അതൊക്കെ നിൻ്റെ തോന്നലാണ് വൈജയ്. ആദ്യം തന്നെ നീ നിൻ്റെ മനസ്സിനെ ഒന്ന് വൃത്തിയാക്കി വെക്കേ. എങ്കിലും മാത്രമല്ലേ മറ്റുള്ളവർ നിന്നോട് സംസാരിക്കുന്നതൊക്കെ നല്ല രീതിയിലാണെന്ന് ഉൾക്കൊള്ളാൻ നിനക്ക് പറ്റുള്ളൂ. ഇത് ആദ്യം തന്നെ നീ നിന്നെ തന്നെ എന്തോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നിൻ്റെ ചുറ്റിലുള്ളവരെ നിനക്ക് അങ്ങനെ തന്നെയല്ലേ കാണാൻ കഴിയൂ. എൻ്റെ പൊന്നു ഗംഗേട്ട, ഇവിടെ അതൊന്നും അല്ല പ്രശ്നം. അലീന പോയത് എങ്ങടാണെന്നൊന്ന് അന്വേഷിക്കാൻ പറ്റുമോ? ഗംഗേട്ടന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണോ പറയുന്നത്? എന്നോട് മനു പറഞ്ഞത് അത് ഗംഗേട്ടനെ അറിയാം, വെല്ലിച്ചനെ വിളിച്ച് ചോദിച്ച കാര്യങ്ങളെല്ലാം അറിയാമെന്നാണല്ലോ മനു പറഞ്ഞത്. നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇട്ട് പൊട്ടം കളിപ്പിക്കുകയാണോ? എടി, നിന്നെന്തിനാണ് ഞങ്ങൾ പൊട്ടം കളിപ്പിക്കുന്നത്? നിനക്കല്ലേ അലീന അവിടെ നിന്ന് പോകണമെന്ന് ഏറ്റവും വലിയ വാശി. അപ്പോൾ പിന്നെ അവൾ പോയിന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ പോരെ? അങ്ങനെ വിചാരിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ അതിന് പറ്റാത്തത് കൊണ്ടല്ലേ ഞാൻ ഈ വിളിക്കുന്നതും ചോദിച്ചറിയുന്നതും. അല്ല വൈജയ്, അതിനിടയ്ക്ക് നീ പറയുന്നത് കേട്ടല്ലോ, നമ്മൾ മറന്നു പോയൊരു മുഖമാണെന്നോ, നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മുഖത്തെ കണ്ടെന്നോ. എന്തൊക്കെയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
എൻ്റെ ഏട്ടാ, ഞാനിപ്പോൾ അതെങ്ങനെയാ പറയാ? ഏട്ടന് സ്റ്റാൻലിയെ ഓർമ്മയില്ലേ? ആരെ ഓർമ്മയില്ലേന്ന്? ഓ, എൻ്റെ ഗംഗേട്ട, സ്റ്റാൻലിയെ ഓർമ്മയില്ലേന്ന്? ഗംഗേട്ടൻ്റെ പഴയ അതിനുശേഷം വൈജയന്തിക്ക് നാവിൽ നിന്നും അക്ഷരങ്ങളൊന്നും വരാതെയായിട്ടോ. വൈജയന്തി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഗംഗാധരൻ ആകെ ഷോക്കാവാണ്. ഗംഗാധരൻ ആ പേര് കേട്ടപ്പോഴേ ഗംഗാധരന് റൂട്ട് ഏകദേശം മനസ്സിലായിരിക്കുകയാണ്. എങ്കിലും മനസ്സിലാവാത്ത പോലെ തന്നെ വൈജയന്തിയോട് സംസാരം തുടരുകയാണ് കേട്ടോ. വൈജയ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സ്റ്റാൻലി വന്നെന്നോ? സ്റ്റാൻലി എന്താന്ന് എനിക്കൊന്നും വ്യക്തമായില്ല. ഗംഗേട്ട, അതെ, അത് തന്നെ. സ്റ്റാൻലിയും അയാളുടെ വൈഫും ആണത്രേ ഇവിടെ വന്നത്. അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. സ്റ്റാൻലിയെ കണ്ട ഷോക്കിൽ എനിക്കൊരക്ഷരം പോലും പുറത്തേക്ക് പിന്നെ വന്നിട്ടില്ല. പിന്നെ ഞാനിവിടെ ഇത്രയും സമയം കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിനിടയിൽ ഞാൻ ആരെക്കുറിച്ചും ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ പൊന്ന് ഗംഗേട്ട, എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അയാൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? വൈജയ്ക്ക് മുമ്പിൽ ഉത്തരം പറയാൻ പറ്റാതെ ഗംഗാധരൻ നിന്ന് ആകെ കുഴയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എടി, നിൻ്റെ വീട്ടിൽ നടന്ന കാര്യം നീ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതിനിടയ്ക്ക് അലീനയെ കൊണ്ടുപോയതോ കൊണ്ടുപോകാൻ ആരെങ്കിലും ഏൽപ്പിച്ചതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നിൻ്റെ ചോദ്യവും മറുപടിയും ഉത്തരങ്ങളൊക്കെ കേട്ടാൽ തോന്നും ഞാൻ എന്തോ ആളെ വിട്ട് അലീനയെ അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണെന്ന്. അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് കാര്യമുണ്ട്? ഗംഗേട്ടാ, ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. സ്റ്റാൻലി എങ്ങനെ ഇവിടെ എത്തി? മനുവിനെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ മനു എന്നോട് പറഞ്ഞത് ഗംഗേട്ടന് മാത്രമേ അറിയുള്ളൂ, വേണമെങ്കിൽ ആൻറ്റി വിളിച്ച് വല്യച്ഛനോട് ചോദിച്ചോളാനാ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഗംഗേട്ടൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഗംഗേട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തൻ്റെ തലയിലേക്ക് ഇത് തിരിഞ്ഞ് കറങ്ങി വരുമെന്ന്. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, എടി, എനിക്കേ മറ്റൊരു കോള് വരുന്നുണ്ട്, ഞാൻ നിന്നെ ഇപ്പോൾ തിരിച്ച് വിളിക്കാട്ടാ എന്ന് പറഞ്ഞ് ഗംഗേട്ടൻ കോള് കട്ട് ചെയ്യുന്നുണ്ട് വൈജയന്തിയുടെ. അപ്പോൾ തന്നെ ഗംഗേട്ടൻ ബാലചന്ദ്രനെ വിളിക്കുകയാണ്. ബാലചന്ദ്രനെ വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ ഉറക്കത്തിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും കോള് വന്ന ശബ്ദം കേട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ ബാലചന്ദ്ര, താൻ ഉറങ്ങിയായിരുന്നോ? ഇല്ല ഗംഗേട്ട, എന്താ കാര്യം? ഞാൻ ഉറക്കത്തിലേക്ക് ഇങ്ങനെ എന്നാലും കുഴപ്പമൊന്നുമില്ല, ഗംഗേട്ട പറഞ്ഞോളൂ. എടോ, അവിടെ എന്തൊക്കെയായി നടക്കുന്നത്? അവിടെ എന്തായിരുന്നുണ്ടായ പ്രശ്നം? അത് ശരി, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇത്ര നേരത്തെ ഗംഗേട്ടൻ അറിഞ്ഞോ? അതെന്തായാലും കൊള്ളാം. അല്ല ഗംഗേട്ടൻ എന്തൊക്കെയാണ് അറിഞ്ഞത്? എന്താ ഇവിടെ പ്രശ്നം എന്ന് ഉദ്ദേശിച്ചത് എന്നൊക്കെ എനിക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നാലേ എനിക്കതിനുള്ള മറുപടി തരാൻ പറ്റൂ. എൻ്റെ പൊന്ന് ബാലചന്ദ്ര, ഈ നട്ടപ്പാതിരാത്രി വെറുതെ കിടന്ന് എന്നെ പൊട്ടനാക്കരുത് നിങ്ങൾ. എന്താണെന്ന് വെച്ചാൽ ഉള്ളതുപോലെ പറയ്. അതൊക്കെ പറയാം. ഗംഗേട്ടനിപ്പോൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞോന്നും കൂടി ഒന്ന് പറഞ്ഞേ. അത് പിന്നെ വൈജയാണ് എന്നെ വിളിച്ചത്. ഇന്ന് അലീനയെ കൊണ്ടുപോകാൻ ആരാ വന്നത്? അത്രയൊക്കെ അറിഞ്ഞില്ലേ? ആരാ വന്നതെന്ന് അവൾ പറഞ്ഞില്ലേ? സ്റ്റാൻലി വന്ന് അലീനയെ കൊണ്ടുപോയോ? കൊണ്ടുപോയി. അവളെ കൊണ്ടുപോകേണ്ടത് അയാൾ തന്നെയാണല്ലോ. അപ്പോൾ അയാൾ കൊണ്ടുപോയി. അല്ല ബാലചന്ദ്ര, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ എങ്ങനെയാണ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് എത്തിപ്പെട്ടത്? തന്നോട് ഞാൻ സ്റ്റാൻലിയെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു ഫോട്ടോയും തന്നത് സത്യം തന്നെയാണ്. പക്ഷെ താൻ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് താൻ എങ്ങനെ അയാളെ കണ്ടെത്തി? എൻ്റെ ഗംഗേട്ടാ, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ഈ ജീവിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഒരാളെ കണ്ടെത്താന്ന് പറഞ്ഞാൽ അത് ഒരു വിരൽ ഞൊടിക്കുന്ന പോലെയേ ഉള്ളൂ. അത് ഗംഗേട്ടൻ ഇത്രയും നാളായിട്ട് മനസ്സിലായിട്ടില്ലേ? എൻ്റെ പൊന്ന ബാലചന്ദ്ര, നീ ഉള്ളതുപോലെ പറയേ. എന്താ സംഭവിച്ചതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം അവളെന്താ പറഞ്ഞതെന്നൊന്ന് പറഞ്ഞേ, എനിക്കതാണ് അറിയേണ്ടത്. അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അലീന ഇവിടെ നിന്നും പോയെന്നും അവളെ വന്ന് അവളുടെ അച്ഛനും അമ്മയാണ് കൊണ്ടുപോയതെന്നും അത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് മാത്രമാണ് അവൾക്ക് അറിയേണ്ടത്. അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ബാലചന്ദ്ര. എല്ലാവരും കൂടിയും അറിഞ്ഞിരുന്നുണ്ട് അവളെ പൊട്ടം കളിപ്പിച്ചതാണോ എന്നൊക്കെയാണ് അവൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കതിനൊന്നും ഒരു മറുപടി ഇല്ല. ഇതിപ്പോൾ ഓഫീസിൽ നിന്ന് അർജൻറ്റായിട്ട് കോള് വന്നു എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തതാണ് തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത്?
എൻ്റെ പൊന്ന് ശിവേട്ടാ, എനിക്കിതൊക്കെ കാണിച്ചാലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. പിന്നെ വൈജയന്തി, അവളുടെ കാര്യം എനിക്കറിയാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അവൾ ആത്മഹത്യ ഒന്നും ചെയ്യാനൊന്നും പോണില്ല. ബാലചന്ദ്ര, ഞാൻ സമ്മതിച്ചു തരുന്നു, ഞങ്ങളെല്ലാവരും ചെയ്തു, തന്നോട് തെറ്റ് ചെയ്തു, ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇത്തിരി കൂടുതലല്ലേ? അല്ലെങ്കിൽ തനിക്കെല്ലാം പറഞ്ഞ് വൈജയെ 2 അടി അടിക്കണമെങ്കിൽ അതങ്ങനെ ആവാം. അതല്ല, തനിക്ക് അവളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ അവളെ അവിടെ നിന്ന് ഇറക്കി വിടാം. ഇതിപ്പോൾ അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ലാണ്ട് താൻ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇപ്പോൾ എടുത്ത് ചാടി ഇപ്പോൾ സ്റ്റാൻലിയെ ഇവിടെ എത്തിക്കുകയും സ്റ്റാൻലി വന്ന് അലീനയെ കൊണ്ടുപോവുകയും ചെയ്തു. അതൊക്കെ ശരി തന്നെ. ഇനിയിപ്പോൾ അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് താൻ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ച് നോക്കിയോ? അത് ശരിയാണ് ഗംഗേട്ടൻ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്നും സ്റ്റാൻലിയെ കാണാൻ പോകുന്നത് വരെ അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ടേ തിരിച്ചു വരുള്ളൂ എന്നൊരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അവരോട് കൂടി സംസാരിച്ചപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളെന്നും. ഞാൻ മാത്രമാണ് ഒന്നും അറിയാത്ത വിഡ്ഢിയെപ്പോലായത്. അവിടെ സ്റ്റാൻലി അദ്ദേഹത്തിൻ്റെ ഭാര്യയോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് വിവാഹം കഴിച്ചത്. പിന്നെ സ്റ്റാൻലിക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്നൊന്നും. അതപ്പോൾ അയാളെ കുറ്റം പറയാനും പറ്റില്ല. ഓ, അപ്പോൾ പറഞ്ഞും പിടിച്ചും ആ ഭാഗം താൻ അങ്ങോട്ട് ഭംഗിയാക്കി തീർപ്പാക്കി വെച്ചു. ഇനി ഇവിടുത്തെ കാര്യം എങ്ങനെയാണ് താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇപ്പം സ്റ്റാൻലി വന്ന് അവളെ കൊണ്ടുപോയതോടുകൂടി വൈജയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവിടെയും കൂടി ഒരു തീർപ്പങ്ങട് ഉണ്ടാക്കിക്കൂടെ? നല്ലതിനാണെങ്കിൽ നല്ലതിനെ, അവസാനിക്കുകയാണെങ്കിൽ അവസാനിച്ചോട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ. അവളുടെ നാവിൽ നിന്നും ഞാൻ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഗംഗേട്ടാ. ഉണ്ടോ? ഇതൊക്കെ ഞാൻ കണ്ടെത്തിയ സത്യങ്ങളല്ലേ. അതുപോലെ അവൾക്ക് അതിനുള്ള തൻ്റെ ഇടവും സാമർഥ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അവളും കണ്ടെത്തിക്കോട്ടെ. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒരു ഭർത്താവിൻ്റെ വേഷം കെട്ടി അവളുടെ കൂടെ ഇപ്പോഴും ഞാൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ അങ്ങ് മനസ്സിലാക്കട്ടെ. എന്നാൽ പിന്നെ ഇതിനെല്ലാത്തിനും ഒരു അവസാനമുള്ളതുപോലെ ഞാൻ തന്നെ ഇപ്പം തന്നെ വിളിച്ച് പറയട്ടെ. ബാലചന്ദ്ര, ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് എന്തുപകാരം ആർക്കാണ് ഉണ്ടാകാൻ പോകുന്നത്? ഗംഗേട്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് പറയണോ വേണ്ടയോ എന്നുള്ളതെല്ലാം നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ ഇതിന് പുറമെ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ ഏറ്റെടുക്കാനും തയ്യാറല്ല. അപ്പോൾ വൈജ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. സ്റ്റാൻലിയാണ് വന്നതെന്നും സ്റ്റാൻലിയുടെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നെന്നും അലീനയെ അവർ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയെന്നും അത് ഞാൻ സമ്മതിക്കുന്നു. ഇനിയുള്ള തൻ്റെ തീരുമാനമെങ്കിലും എന്നോടൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ മാത്രമുള്ള തീരുമാനങ്ങളൊന്നുമില്ല. അവൾ കുറച്ച് നാൾ അവളുടെ അച്ഛൻ്റെ കൂടെ നിൽക്കണം. അത് കഴിഞ്ഞ് അവൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. ഇവിടെ നിന്നും അവൾ ആഗ്രഹിക്കുന്ന പോലെ അവളെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ തന്നെ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നവരെ കുസൃതികളല്ലേ. അതൊക്കെ അങ്ങോട്ട് പോട്ടെ. 10-23 വർഷം ഒരു ചതിക്കപ്പെട്ട ഒരു ഇരയായിട്ട് ഞാൻ ഇവിടെ ജീവിക്കായിരുന്നില്ലേ. അപ്പം അതിനൊരു ത്രില്ലിംഗ് ഉള്ള പോലെ നിങ്ങളൊക്കെ ഇത് കണ്ട് കാണ്. അതല്ലേ ഒരു രസം. എനിക്ക് കഴിയില്ല ബാലചന്ദ്ര തന്നോട് സംസാരിച്ച് നിൽക്കാനായിട്ട്. ഞാനിപ്പോൾ എന്ത് പറയണമെന്നെങ്കിലും തനിക്കൊരു മറുപടി എനിക്ക് തരാൻ പറ്റുമോ? ഗംഗേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഞാൻ അവളുടെ അച്ഛനെയും അമ്മയും കണ്ടെത്തി കൊണ്ടുവന്നതാണെന്നോ, അല്ലെങ്കിൽ അത് തന്നെയാണ് അവളുടെ അച്ഛനെന്നോ, അയാളിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു കാമുകിയിൽ ജനിച്ച മകളായിരുന്നെന്നോ, ബാക്കിയൊക്കെ അവൾ വേണമെങ്കിൽ ഊഹിച്ചെടുത്തോട്ടെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇതിപ്പം ഞാനാണ് കുടുങ്ങിയിരിക്കുന്നത്. അല്ല ഗംഗേട്ടാ, അതെങ്ങനെയാണ് നിങ്ങളിതിൽ പെട്ടുപോയത്? ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതാ മനുവിനെങ്ങാണ്ട് അവൾ വിളിച്ച് ചോദിച്ചപ്പോഴേ മനുവാണ് പറഞ്ഞത്. ഇത് ഞാനാണ് അഡ്രസ്സൊക്കെ കൊടുത്തതെന്നും ഞാനാണ് കണ്ടെത്തിയതെന്നും എന്തൊക്കെയോ പറഞ്ഞു അത്രേ. അവൾ അതറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. ഓ, അപ്പം എന്തായാലും ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ കാര്യങ്ങൾ വന്ന് എത്തിയില്ലേ ഗംഗേട്ടാ? ആ, താൻ ഉദ്ദേശിച്ച കളികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കോള് കട്ട് ചെയ്യുകയാണ് ബാലേന്ദ്ര. ഞാൻ എന്തായാലും വിളിച്ചു നോക്കട്ടെ അവളെ. എന്തെങ്കിലും വായി തോന്നുന്നത് പറഞ്ഞ് ഞാൻ എൻ്റെ തടി തപ്പും, അത്ര തന്നെ.
അത് പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ വൈജയെ തിരിച്ചു വിളിക്കുന്നുണ്ട്. കോൾ എടുത്ത പാടെ വൈജ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചതിനി എന്നെ തിരിച്ചു വിളിക്കില്ലെന്നായിരുന്നു. എൻ്റെ ചോദ്യങ്ങളിൽ നിന്നും ഗംഗേട്ടൻ ഒഴിഞ്ഞു മാറിയതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എവിടെ പോയതായിരുന്നു? അത് ഓഫീസിൽ നിന്നും കോള് വന്നിട്ട് പോയതാ വൈജയ്, അല്ലാതെ നീ ചോദിക്കുന്നതിന് മറുപടി പറയാതിരിക്കാൻ പോയതൊന്നുമല്ല എന്ന് കള്ളം പറയുകയാണ് കേട്ടോ ഗംഗേട്ടൻ. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, ആ വൈജയ്, നീ ചോദിച്ച കാര്യം അത് സ്റ്റാൻലിയെ കുറിച്ചിട്ട് ബാലചന്ദ്രൻ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. അതെങ്ങനെയാ ബാലചന്ദ്രൻ വിളിച്ചു ചോദിക്കുന്നത്? അതെന്തിനാ അങ്ങനെ വിളിച്ചു ചോദിക്കാനുണ്ടായ കാര്യം? നീ കിടന്ന് പിടയ്ക്കാതെ, ഞാൻ പറഞ്ഞു വരികയല്ലേ. അതെ, ഈ നമ്മുടെ ഈ അലീന ഉണ്ടല്ലോ, അലീനയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ തപ്പിപ്പോയ കൂട്ടത്തിൽ ബാലചന്ദ്രനോട് ആരോ പറഞ്ഞു എന്ന്. അത് ആരോ അല്ല, ആ രേവതിക്കുട്ടിയുടെ പാരൻസ് ഇല്ലേ, ഇപ്പോൾ ഉള്ള പാരൻസ്, ആ മാമച്ചായൻ, പുള്ളിക്കാരൻ എന്തോ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയതെന്നാണ് പറഞ്ഞത്. ആളും ഒരു എക്സ് മിലിറ്ററി ആണല്ലോ. അപ്പോൾ ആൾക്കാരുടെയൊക്കെയോ പരിചയത്തിൽ ഈ സ്റ്റാൻലിയുടെ അഡ്രസ്സ് കിട്ടിയിരുന്നു. അപ്പോൾ അഡ്രസ്സ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചിട്ട് അറിയുമോ, എങ്ങനെയാ അറിയുക, എങ്ങനെയുണ്ട് ആൾ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ബാലചന്ദ്രൻ്റെ അറിവിൽ ഈ സ്റ്റാൻലിയുടെ ഒരു കാമുകിയുടെ മകളാണ് അലീന. അത് കാമുകി ഉപേക്ഷിച്ച് പോയ സമയത്ത് ഇവരെന്തോ കുട്ടിയെ ഓർഫനേജിലാക്കി പോയി, അങ്ങനെയൊക്കെയാണ് അത്രേ പറഞ്ഞ് ഉണ്ടാക്കിയത്. അങ്ങനെ അവർ തപ്പിപ്പിടിച്ച് അവിടെ എത്തി. അവിടെ ചെന്ന് സ്റ്റാൻലിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റാൻലിയും സമ്മതിച്ചു, ആദ്യ ഭാര്യയിലുണ്ടായ കുഞ്ഞാണ്, അപ്പോൾ തൻ്റെ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്നായപ്പോൾ കാമുകി ഉപേക്ഷിച്ച് പോയി പ്രസവം കഴിഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയി പുള്ളി ഓർഫനേജിലാക്കുകയാണ് ഉണ്ടായതെന്ന്. അല്ല, അതെങ്ങനെയാ? ഇതെന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? ഗംഗേട്ടൻ പറഞ്ഞൊപ്പിച്ച ആ നുണക്കഥകളൊന്നും തന്നെ വൈജയന്തിക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വൈജയും സ്റ്റാൻലിയും സ്നേഹിച്ച് ജീവിക്കുന്ന സമയത്ത് ഇവർ പരസ്പരം വളരെ സ്നേഹത്തിലായിരുന്നല്ലോ. ആ സമയത്ത് ഇങ്ങനെയൊരു ചതി തന്നോട് മറ്റൊരു സ്ത്രീയുമായിട്ടൊരു ബന്ധം സ്റ്റാൻലിക്ക് ഉണ്ടാവുമെന്നൊന്നും വൈജ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ നുണ പറയുകയാണ് എന്നോട്, ഗംഗേട്ടൻ ഈ പറഞ്ഞതൊക്കെ പച്ച കള്ളാണ്, ബാലചന്ദ്രൻ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ ഗംഗേട്ട? വൈജ വല്ലാതെ തളർന്നുകൊണ്ടാണ് കേട്ടോ ഗംഗേട്ടനോട് ആ ചോദ്യം ചോദിച്ചത്. അത് കേട്ടപ്പോൾ ഗംഗേട്ടന് വല്ലാത്തൊരു ടെൻഷൻ ആവുകയാണ്. ഇനി രാത്രിയാണ്, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇനി ഇതെല്ലാം കൂടി അറിഞ്ഞിട്ട് അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് വൈജയ് ഈ പറയുന്നത്? ബാലചന്ദ്രൻ എന്തറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഈ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ എന്താ നീ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാനും സ്റ്റാൻലിയും പറഞ്ഞ് മുഴുവിപ്പിക്കാൻ കഴിയാതെ വൈജ ഒരു നിമിഷം നിശബ്ദമായി പോയി. ഗംഗേട്ടൻ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് വൈജയ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ പറയാൻ മാത്രം എന്താ ഉണ്ടായത്? അങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. അത് ഇപ്പോൾ കുത്തിപ്പൊക്കാൻ എന്താ ഉണ്ടായേ? അപ്പോൾ അലീന ആരാണ് ഗംഗേട്ട? അലീനയെ വന്ന് സ്റ്റാൻലി കൊണ്ടുപോകേണ്ട കാര്യം എന്താണ്? സ്റ്റാൻലി ആ പറഞ്ഞ പഴയ കാമുകി, അത് ഞാൻ തന്നെയല്ലേ? അതെങ്ങനെ നീയാവും വൈജയ്? അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് നിൻ്റെതാണെന്നോ? അങ്ങനെയാണോ നീ പറഞ്ഞു വരുന്നത്? അതല്ല, അതെങ്ങനെ ശരിയാവുക? വൈജ പ്രസവിച്ച കുഞ്ഞ് അലീനയോ? ഗംഗേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതൊന്നും അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. വൈജ ആകെ ഒരു വെപ്രാളത്തോടു കൂടി ഇങ്ങനെ ഒരേന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഗംഗേട്ടൻ വൈജയന്തിനോട് പറഞ്ഞു, വൈജയ്, നീ ഒന്ന് സമാധാനപ്പെട്, നീ ഒന്ന് കൂളാവ്, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ബാലചന്ദ്രൻ അലീനയെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ അന്വേഷിച്ചു നടന്നു, അവളുടെ പേരൻസ് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് അവരെ, അല്ലാതെ നീ ഈ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല. അതിന് സ്റ്റാൻലി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞൊപ്പിച്ചു, അത് ബാലചന്ദ്രൻ വിശ്വസിക്കുകയും ചെയ്തു. അത്രമാത്രം സംഭവിച്ചിട്ടുള്ളൂ. ഉറപ്പുണ്ടോ ഗംഗേട്ടന്? ഇല്ല ഗംഗേട്ടാ, ഇത് ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല, മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും.
ഇന്ന് അലീന പോയപ്പോൾ എന്നെ നോക്കിയ ആ നോട്ടം, അതിലെന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആ നിമിഷം എനിക്ക് മനസ്സിലായതാണ്. അതെന്താണെന്ന് കണ്ടെത്താതെ ഇനി എനിക്കൊരു സമാധാനമില്ല. നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചതാണ്. ഇതിനുള്ളിൽ ഞാൻ അറിയാത്തതായിട്ട് ഒരു വലിയ കഥ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കിന്ന് ഉച്ചയ്ക്ക് തുടങ്ങി മനസ്സിലായിട്ടുണ്ട്. ആരെ വിളിച്ചാലാണ് അതിനൊരു ഉത്തരം കിട്ടുകയെന്നറിയാനാണ് ഞാൻ മനുവിനെ വിളിച്ചത്. മനുവും എന്നോടൊന്നും പറഞ്ഞില്ല. മനുവിനും അറിയാമെന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് ഞാൻ അപ്പോഴേ മനസ്സിലാക്കി. ഗംഗേട്ടനും അത് ഒളിപ്പിച്ചെന്നെ വെക്കുകയാണ്. എല്ലാവരും ഒളിപ്പിച്ചു വെച്ചോ. 23 വർഷമായിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഇതിനവസാനം മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾ ആരും ഈ വൈജയന്തിയെ കാണില്ല. ഈ ഭൂമിയിൽ വൈജയന്തി പിന്നെ ഉണ്ടാവില്ല. ഗംഗേട്ടൻ അത് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി കോള് കട്ട് ചെയ്യുന്നുണ്ട്. വൈജയന്തി കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഗംഗേട്ടന് വല്ലാത്ത ടെൻഷൻ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ വൈഫിനോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ നെടുമുരിക്കൽ വീട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നും അലീനയെ വന്ന് സ്റ്റാൻലി തിരിച്ചു കൊണ്ടുപോയെന്നും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള കണ്ടീഷനിലാണ് ബാലചന്ദ്രൻ അവളെ പറഞ്ഞയച്ചിരിക്കുന്നത്. അവിടെ വൈജയുടെ സമനില തെറ്റിയ പോലെയാണ് അവൾ സംസാരിക്കുന്നത്. അവൾ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ലെന്ന് പറയുമ്പോൾ അവൾ അന്വേഷിച്ച് കണ്ടെത്തും, അവൾ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ്റെ വൈഫ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സമാധാനപ്പെട്, അവളെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് വേണ്ടേ. അവൾ ഏത് വഴിക്ക് അന്വേഷിച്ച് കണ്ടെത്തുമെന്നാണ് ഗംഗേട്ടൻ ഈ പറയുന്നത്. അവൾക്ക് ആരോടാണ് അവൾക്ക് ചോദിക്കാൻ കഴിയുക? ബാലചന്ദ്രൻ്റെ മുമ്പിൽ ചെന്ന് അവൾക്ക് ചോദിക്കാൻ പറ്റുമോ ഈ സ്റ്റാൻലി ഇപ്പോൾ എവിടെ നിന്ന് കൊണ്ടുവന്നു അലീനയെ പറഞ്ഞു വിടാൻ മാത്രമെന്ന്? പക്ഷേ ഒരു കാര്യമുണ്ട്, അവൾ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരമ്മ മകളെ അല്ലെങ്കിൽ മകനെ എപ്പോഴെങ്കിലും തിരിച്ചറിയുന്നു പറയുന്നതിൽ എന്തോ ഒരു സത്യമുണ്ട്. അവൾ എന്നോടത് പറഞ്ഞ് കാണിച്ചു. അലീന പോയപ്പോൾ അവളെ നോക്കിയ ആ നോട്ടത്തിൽ നിന്ന് എന്തൊക്കെയോ സംശയങ്ങൾ അവളുടെ മനസ്സിൽ അപ്പം തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇതിൽ നിന്നൊക്കെ ഞാൻ എന്താ പറയണ്ടേ? എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തലക്ക് ഭ്രാന്താവുക. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം തീരുമ്പോൾ ഒരെണ്ണം. ഇനിയിപ്പോൾ വൈജ ഇതെല്ലാം അറിഞ്ഞിട്ട് അവൾ എങ്ങനെ പ്രതികരിക്കുന്ന ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. അപ്പോൾ ഗംഗേട്ടൻ്റെ വൈഫ് ഗംഗേട്ടനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് എന്തായാലും ഒന്ന് സമാധാനമായിട്ട് കിടക്ക്, നമുക്ക് നാളെ തന്നെ നാട്ടിൽ പോയിട്ട് വൈജയന്തിയെ നേരിട്ട് കണ്ട് സംസാരിക്കാം. അതല്ല, പറയേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞേക്കാം. അല്ലാതെ ഇത് എത്ര കാലമാണ് ഇങ്ങനെ മൂടി വെക്കാൻ പറ്റുന്നത്? ഏതെങ്കിലും കാലത്ത് ഇതേപോലെ തന്നെ അവൾ അറിയില്ലേ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ബാലചന്ദ്രനും അത് ആഗ്രഹിക്കുന്നുണ്ട്, വൈജയന്തി ഇതെല്ലാം അറിയട്ടെ എന്ന്. അപ്പോൾ പിന്നെ അറിയട്ടെ, എന്നിട്ട് അവസാനിക്കുന്നതാണെങ്കിൽ അങ്ങ് അവസാനിച്ചു പോട്ടെ, തുടരുന്നതാണെങ്കിൽ അങ്ങോട്ട് തുടർന്നു പോട്ടെ. പിന്നെ വരുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് അത് വെച്ച് മുന്നോട്ട് പോകാം. ഇപ്പം എന്തായാലും ഒന്ന് സമാധാനമായിട്ട് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സീൻ അവിടെ കട്ടാവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തി ഇരുന്ന് വല്ലാത്ത ആലോചനയിലാണ്. ഏത് വഴിക്ക് താൻ അന്വേഷിച്ച് പോകണം, അലീനയും സ്റ്റാൻലിയും തമ്മിൽ എന്താണ് ബന്ധം, അതിനിടയിൽ താനുണ്ടോ എന്നെല്ലാം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി അലീന എന്ന സത്യം തേടി പോകുന്ന വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുതേ.